ഹലോ ഗൈസ്, വെൽക്കം ടു ഐറിഷ് കഥ. നമ്മൾ ഇന്ന് വീട് ഷിഫ്റ്റ് ചെയ്യാണ്. നമ്മൾ വന്നിട്ട് ഇപ്പം 3 മാസമായി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വേറൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്, 2 പേര് വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാവരും കൂടി സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ. കുറച്ച് മെസ്സിയാണ് വീടൊക്കെ. ഇതാണ് എൻ്റെ ഫ്രണ്ട് ജെറിൻ. സുന്ദരിയായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നതാണ്. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ നമ്മളിപ്പോഴുള്ള വീടുന്ന സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മളെ വേറെ ഫ്രണ്ട് ഉണ്ട് യാദവൻ, പണിയെടുക്കാന്ന് പറഞ്ഞ് വന്നിട്ട് ഇവിടെ ആക്ച്വലി വെറുതെ ഇരിക്കുകയാണ്. ഒരു പണിയെടുത്തിട്ടില്ല വന്നതിന് ശേഷം വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. സായന്തിനെ ഇവിടെ ബാത്റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. കോലം ശരിയില്ലാത്തതുകൊണ്ട് കൈ മാത്രം കാണിച്ച് വേണേൽ തലയും കാണിക്കുന്നത്. മാസ്ക് ഒക്കെ ഇട്ട് ഫുൾ ക്ലീനിങ് പരിപാടിയാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ മാത്രം എന്താ നല്ല കോലത്തിലെന്ന്. എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു, ഒരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഷിഫ്റ്റിന് പോയി ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഇവരെല്ലാം പണിയെടുത്തുകൊണ്ടിരിക്കുക. ഇനി ഞാനും പണിയെടുക്കുന്നതായിരിക്കും. എൻ്റെ കൈ ആക്ച്വലി ഒന്ന് ഇടിച്ചിട്ട് കുറച്ച് നീര് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വെയിറ്റ് എടുക്കാൻ പറ്റില്ല. എന്നാലും നമുക്ക് പണിയെടുക്കാം, കുഴപ്പമില്ല. ഇവർ പണിയെടുത്തോളെന്നാണ് പറഞ്ഞത്, എന്നാലും സഹായിക്കണമല്ലോ. ജെറിൻ ആത്മാർത്ഥമായി നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ പണിയെടുത്ത് മടുത്ത് ഇപ്പോൾ ഫുഡ് കഴിക്കാനിരിക്കുക. എല്ലാവരും ഉണ്ട്. ബർഗറും നഗറ്റ്സും. ഇത് യാതും പണിയെടുക്കുന്ന മാതിരി ആക്ട് ചെയ്യാണ്, പക്ഷെ വന്നിട്ട് ഒരു പണി എടുത്തിട്ടില്ല. ജെറിൻ പാവം ആത്മാർത്ഥമായി പണിയെടുത്തത് ജെറിൻ മാത്രമാണ്. ഇപ്പൊ നമ്മൾ എക്സ്ട്രീം പണിയെടുക്കുകയാണ്. ബംഗാളികളെക്കാളും അവൾ പണിയെടുത്തിട്ടുണ്ടല്ലോ. അതെ, ജെറിന് ഇവിടെ പണിയെടുത്തവളെ കുളിച്ചു. ലഞ്ചില്ല, അതുകൊണ്ട് ചായയും ബർഗറും നഗറ്റ്സും കഴിക്കാം. ഇനി സാധനങ്ങൾ ഇനി കുറച്ചില്ലേ, ഇനി കിച്ചൺ സാധനങ്ങൾ എടുത്ത് നമ്മൾ ഊബർ വിളിച്ച് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. അതെ, ഞാൻ ഇവിടെ എത്തിയിട്ട് നോക്കാം. ഞാനിപ്പോൾ ഷിഫ്റ്റിന് പോയി. എനിക്കൊരു മണിക്കൂറിന് ഷിഫ്റ്റ് ഉണ്ട്. ആ സമയം കൊണ്ട് ഇവർ 3 പേരും ഊബർ വിളിച്ച സാധനങ്ങളൊക്കെ അപ്പുറത്തെ വീട്ടിൽ എത്തിക്കുന്നതാണ് പറയുന്നത്. ഇപ്പോൾ 6:30 സമയം. എനിക്ക് 7 to 8 ഷിഫ്റ്റ്. അപ്പം ഞാൻ 8 മണിക്ക് അങ്ങോട്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല. ഇവർ ഷിഫ്റ്റ് ചെയ്യുമായിരിക്കും ആ സമയം കൊണ്ട്. അത് അങ്ങോട്ടാണോ അതോ ഞാൻ ഇങ്ങോട്ടാണോ എനിക്കറിയില്ല. അവിടെ എത്തിയാൽ ഇവർ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഞാൻ അങ്ങോട്ടേക്ക് ബസ് പിടിച്ചോ ലുവാസ് കയറി എന്തിനേലും വരും. ഇല്ലേ ഞാൻ ഇങ്ങോട്ട് വരും. ഷിഫ്റ്റ് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പോയിട്ട് കുറച്ച് പരിപാടികൾ കാണിച്ചു തരുന്നതാണ്. വീട് കാണിച്ചു തരാം. ഞാനങ്ങനെ ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലെത്തി. ഇതുവരെയായിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ടില്ല. പോരുമ്പോൾ എന്തൊക്കെയോ ഡയലോഗ് പറഞ്ഞിട്ടാണ് പോയത്. എന്താണ് അവരവിടെ ചെയ്യുന്നതെന്ന് നമുക്ക് ഒളിഞ്ഞു പോയി നോക്കാം. ഞാൻ വരുമ്പോഴത്തേനും അപ്പുറത്ത് ഷിഫ്റ്റ് ചെയ്യുന്ന പറഞ്ഞ ആൾക്കാരത് അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ 9 മണിയായി. വീടെത്തി. നമുക്ക് ബെല്ലടിച്ചു നോക്കാം. എന്താ ഇവിടുത്തെ കാര്യങ്ങൾ ജെറിൻ? നിങ്ങൾ എവിടം വരെയായി? ഓ, വഴിയിലെല്ലാം സാധനങ്ങൾ, എല്ലാം നമ്മുടെ സാധനമാണ്. ഇതായിരുന്നു നമ്മുടെ റൂം ഗൈസ്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി ഇപ്പോൾ താഴെ ടാക്സി വരാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. വന്നിട്ട് 4-5 മാസം നിന്നതാ. ഇതാണ് നമ്മുടെ ടാക്സി. ഇപ്പം ജെറിൻ പോട്ടെ, സായന്തിനും യാദവും കൂടി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും. ഞാനും ജെറിനും നോക്കി നിൽക്കും. അല്ലേ ജെറിനെ? നമ്മളെ കയറ്റുമെന്നറിയില്ല. സീറ്റൊക്കെ മടക്കുന്നുണ്ട്. അപ്പം എന്തായാലും കയറ്റും ഗൈസ്. അങ്ങനെ ഞങ്ങൾ ടാക്സി കയറി. ഇപ്പോൾ വീടെത്തും. ഹലോ ഗൈസ്, ഇത് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ജോർജ്. പുള്ളി ഹായ് സൗത്ത് എന്താ പറയുന്നേ തോന്നുന്നു. ഹായ് ഡ്രൈവ് ചെയ്യാം. സൗത്ത് എന്ന് പറഞ്ഞാൽ എന്താ?
നൊറോക്ക്. പുള്ളി മൾഗോവ എന്ന് പറഞ്ഞൊരു കൺട്രിന്നാണ്, നമ്മൾ കേട്ടിട്ടില്ല. പോളണ്ടിന്റെ അടുത്താന്നാ പറഞ്ഞത്. മൾഗോവ മാമ്പഴം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇതാണ് നമ്മൾ വന്ന ടാക്സി. ഇതൊരു വീടാണ്. ഇങ്ങനെയാ വീടിന്റെ ഉള്ളെങ്ങനെയാണ് കാണിച്ചു തരാം. Otherwise you won't get easy job, you know. Yes. Bye. Thank you. All right. Okay. നമ്മൾ വീടെത്തി ഗൈസ്. നമ്മൾ വാതിൽ തുറക്കാണ്. ഒരു ചേട്ടനുണ്ട്, പക്ഷെ ചേട്ടൻ ഇപ്പോൾ ഇല്ല. വലത് കാലി വെച്ച് കയറി. നമ്മളങ്ങനെ വീട്ടിൽ കയറി പോവുക. ഇതാണ് നമ്മുടെ റൂം. ജെറിൻ, ലുക്ക് അറ്റ് ദ മിറർ. നമുക്ക് വലിയൊരു വാർഡ്രോബ് ഉണ്ട്. ഇനി സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി 3 പെട്ടി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചായിരുന്നു. ഇത് 2ാമത്തെ ട്രിപ്പാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ആഡ് ചെയ്യാം. ഇങ്ങനെയാ വീട്. നമ്മൾ വീട്ടിൽ വന്നിപ്പോൾ കിച്ചൺ ഓർഗനൈസിങ്ങിലാണ്. കണ്ടോ, ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെ. ഇനി ഇതൊക്കെ എടുത്ത് പെറുക്കി വെക്കണം. നമുക്കൊരു വലിയ കിച്ചൺ ഉണ്ട്. എന്നിട്ട് ജെറിന് ഇവിടെ ഹാർഡ് വർക്ക് എല്ലാം എടുത്ത് പെറുക്കി വെച്ചോണ്ടിരിക്കാം. നമ്മൾ വീട് മാറിയതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് പാല് കാച്ചാൻ പോവാ. നമുക്ക് കുറെ ബർണറുള്ള ഗ്യാസ് ഒക്കെ ഉണ്ട് ഇവിടെ. പാൽ തിളക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. പാൽ തിളച്ച് പുറത്ത് വരണമെന്നാ. നമുക്ക് തുടയ്ക്കാനുള്ള മടി കാരണം നമ്മൾ മേലെത്തുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യും. തീ കുറച്ച് വെക്കും. നമ്മൾ പാലെടുക്കും. ഹലോ ഗൈസ്, ഞങ്ങൾ വീട് ഷിഫ്റ്റിങ്ങിലാ. സാധനം പെട്ടിയൊക്കെ ഉരുട്ടി ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ യൂറോപ്യൻ കൺട്രീസിൽ വന്നാൽ ഉള്ളൊരു ബുദ്ധിമുട്ട് ഇത് ഫസ്റ്റ് ഡേ 1 ഓഫ് ഷിഫ്റ്റിംഗ്. ഇനി ഒരു 3 ദിവസം ഷിഫ്റ്റ് ചെയ്താൽ തീരുന്ന അത്ര സാധനങ്ങളുണ്ട് കയ്യിൽ. ഞങ്ങളങ്ങനെ പണിയൊന്നും തീർത്തിട്ടില്ല. ഫുഡ് ഉണ്ടാക്കി. ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ചോറും ചിക്കൻ കറിയും സലാഡ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ചേട്ടൻ വന്നായിരുന്നു. അയ്യോ, ഈ കുപ്പിയൊക്കെ ചേട്ടൻ്റെ കേട്ടോ, നമ്മുടെ കുപ്പിയല്ല. എല്ലാ ചേട്ടൻ്റെ കുപ്പിയാണ്. നമ്മൾ കുടിക്കാറില്ല. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്നിട്ട് ഇനി വീടൊക്കെ വേറെ വീഡിയോയിൽ കാണിക്കാം. ഹോം ടൂർ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈ ഗൈസ്.